ഈ ജീവനേക്കാൾ മുകളിൽ സത്യത്തെ പ്രതിഷ്ഠിക്കേണ്ടി വരും ചില നേരത്ത്. സ്വന്തം ജീവിതം ഒരു വശത്ത്, ഇപ്പുറത്ത് സത്യം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സത്യങ്ങൾ മൂടി വയ്ക്കപ്പെടുന്ന, എല്ലാത്തിനെയും കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിക്കുന്ന, അങ്ങനെ സഹനങ്ങളെ ഒഴിവാക്കി കംഫർട്ട് ലൈഫ് ജീവിക്കാൻ നമ്മൾ തിടുക്കം കാട്ടുന്ന കാലത്ത് എന്താണ് എൻ്റെ കർത്താവെ നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. ഇതുവരെ സഹനങ്ങളിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടണം. അങ്ങനെ വരാൻ വഴിയില്ലോ. അപ്പം എൻ്റെ ശിഷ്യത്വത്തിന് എന്തോ ഒരു അപകടമുണ്ടല്ലോ, മിശിഹായെ പ്രതി സഹിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ചിലർ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സഹനമില്ല. അതൊരു നല്ല കാര്യമല്ല. കാരണം സഹനം ഉണ്ടാകണം. God has one son without sin. ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകനുണ്ട്. അനുഗ്രഹങ്ങളുടെ കാലത്തേക്കാൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്നത് പരീക്ഷണ കാലങ്ങളിലാണ്, സഹനകാലങ്ങളിലാണ്. ഇന്നത്തെ സഹനങ്ങൾ നിനക്ക് മഹത്വത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിയണം. നമുക്കൊരു സഹനം ഉണ്ടാകുമ്പോൾ ഡോണ്ട് ആസ്ക് വൈ. ഒരു കുരിശ് കാണുമ്പോൾ വഴി അവസാനിച്ചു, ഒരു സഹനം കാണുമ്പോൾ വഴി അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. കുരിശ് വഴിയുടെ അവസാനമല്ല, കുരിശ് പാലമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നിന്നെ നയിക്കുന്ന പാലമാണ് നിന്റെ സഹനം, നിന്റെ കുരിശെന്ന് തിരിച്ചറിയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് കാലം, 6-ാം ഞായർ. നമ്മൾ ഈ 4 വായനകളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സാങ്കത്യവും പറഞ്ഞ് പൂർത്തീകരിച്ച ശേഷം ഈ 4 വായനകളെയും ചേർത്ത് ഒരൊറ്റ നൂലിൽ നമ്മൾ ബന്ധിപ്പിക്കും. നമുക്കൊരുമിച്ച് ഈ 4 വായനകളിലൂടെ യാത്ര ചെയ്യാം. സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുത്ത് തുറന്നു വയ്ക്കുക. ഒരുമിച്ച് വായിച്ചും പഠിച്ചും പോകാം. ഇത് ഒരു തവണ ബൈബിൾ ഭാഗം വായിച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. നിങ്ങൾ വായിച്ചിട്ടാണിത് കേൾക്കുന്നതെങ്കിൽ. ഇനിയില്ലെങ്കിൽ എൻ്റെ കൂടെയെങ്കിലും ബൈബിൾ തുറന്നു വെച്ച് വായിക്കുക. സഹനം അർത്ഥരഹിതമാണെന്ന് കരുതുന്ന, സഹനം ഒരു വല്ലാത്ത നിരാശയുടെ വിഷയമായി മാറുന്ന ഒരു കാലത്ത് സഹനത്തിൻ്റെ അർത്ഥതലങ്ങളെ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. 1-ാം വായന നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സഹനത്തെ ഒരു പരിശീലനമായും എളിമപ്പെടുത്തലിൻ്റെ പ്രക്രിയയുമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഈ നിയമാവർത്തന പുസ്തകത്തിൽ. ഇതിൻ്റെ പശ്ചാത്തലം വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ മോശ കഴിഞ്ഞ 40 ആണ്ടുകളെ ഓർത്തെടുത്ത് സംസാരിക്കുന്ന ഭാഗമാണ് ഈ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് 2 വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ അടയാളപ്പെടുത്തണം. അത് വായിച്ച് ധ്യാനിക്കുകയും വേണം. ഒന്ന് നിയമാവർത്തനം 8:2. എന്തിനാണ് ഈ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ കഴിഞ്ഞ 40 ആണ്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് മോശ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ചില നേരത്ത് സഹനം എളിമപ്പെടുത്തലാണെന്ന്, സഹനം പരീക്ഷണമാണെന്ന് ഇവിടെ വെളിപ്പെടുന്നു. ഇനി 3-ാമത്തെ വാക്യം, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അതായത് ഗോഡ് വിൽ പ്രൊവൈഡ്. സഹനം, ഞെരുക്കം ഉണ്ടാകുന്നു, കഷ്ടദുരിതങ്ങൾ ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയുന്നു ദൈവം നമുക്ക് വേണ്ടവ സമ്മാനിക്കുന്നു. കേവലം അപ്പം കൊണ്ടല്ല, വചനം കൊണ്ടാണ്, കർത്താവിനാലെയാണ് നമ്മൾ നയിക്കപ്പെടുന്നത്, ജീവിക്കുന്നത് എന്ന് വെളിപ്പെടുന്നു. അപ്പോൾ ഈ ഭാഗത്ത് സഹനത്തെ, നിങ്ങൾ ഈ ഭാഗം മുഴുവൻ വായിക്കുക. ഇനിയുണ്ടത് സഹനത്തെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഹാസ് ഗോട്ട് എ ഫോർമേറ്റീവ് പർപ്പസ്. ഒരു പരിശീലനമാണ്. ചില നേരത്ത് ചിലപ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്ന ചില സഹനങ്ങളുണ്ടല്ലോ. അത് നീതിമാന സഹനത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ, വേറെ പാപാവസ്ഥയിൽ വരുന്ന സഹനമല്ല. ചില പരിശീലനമുണ്ട്, അതിനകത്തൊരു പരിശീലനമുണ്ട്. റിവീലിംഗ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയവിചാരങ്ങളെ വെളിപ്പെടുത്തും നമ്മുടെ സഹനകാലം. നമ്മുടെ സെൽഫ് സഫിഷ്യൻസിയെ, എനിക്ക് ഞാൻ മതി, എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന തോന്നലുകളെ തകർക്കും സഹനം. ഒപ്പം ഡിപ്പെൻഡൻസ് അപ്പോൺ ഗോഡ്, ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ സഹനം നമ്മളെ ഒരുക്കും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ അവസാനം
സഹനത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ഘട്ടം കടന്നു കഴിയുമ്പോൾ നമ്മൾ ആ സഹനകാലത്തെയും കർത്താവ് നടത്തിയ വഴികളെയും നന്ദിയോടെ ഓർക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഇത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലിറ്ററലി നടന്നിട്ടുണ്ട്. സഹനകാലം കഴിഞ്ഞിങ്ങോട്ട് മാറി നിന്നിട്ട് സഹനകാലത്ത് കർത്താവ് പരിപാലിച്ച രീതികളെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. അവസാനത്തെ വാക്യം അങ്ങനെയാണ്, 10ാമത്തെ വാക്യം, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. ഇതിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ല ദേശം നൽകിയ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം. ഇനി മക്കബായരുടെ പുസ്തകം നമ്മൾ അധികം വായിച്ചിട്ടില്ലാത്തതും എന്നാൽ ഏറെ പ്രാധാന്യമുള്ളതുമായ ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ കോണ്ടെക്സ്റ്റിൽ ധ്യാനിക്കുമ്പോൾ മക്കബായരുടെ പുസ്തകം എടുക്കാം. മക്കബായരുടെ പുസ്തകം 6-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ, 6-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സഹനം വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറുകയാണ്. ടെസ്റ്റിമണി ഓഫ് ഫെയ്ത്ത്. സഹനം ഇവിടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം പറയാം, വായിച്ചാലാണ് കുറച്ചുകൂടെ അത് ഈ ഭാഗം 2 മക്കബായർ 6-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള ഭാഗം നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ നന്ദിയോടെ ഓർക്കും. അച്ചോ, നന്ദി, ഇത് വായിക്കാൻ നിർബന്ധിച്ചതിന്. വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ അറിയും. നമ്മുടെ ജീവിതത്തോടൊക്കെ എത്രമാത്രം ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ട്. ഏലിയാസർ എന്ന വ്യക്തി, നമുക്കറിയാം മക്കബായരുടെ പുസ്തകത്തിൽ ഈ മതപീഡനം ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. പന്നിമാംസം കഴിപ്പിക്കുന്ന മതപീഡനം. ഏലിയാസറിനോട് പന്നിമാംസം കഴിക്കാൻ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏലിയാസർ അത് നിഷേധിക്കുന്നു. അപ്പോൾ ഈ പീഡകരില്ലേ, ഇത് ആവശ്യപ്പെടുന്നവരുടെ ഗണത്തിൽ ഏലിയാസറിൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഏലിയാസറിനോട്, എടാ ഉവേ, പന്നിമാംസമല്ല, ഞങ്ങളത് മാറ്റി വയ്ക്കാം, വേറെ മാംസം വയ്ക്കാം, അപ്പോൾ നീ അതങ്ങ് കഴിച്ചു. അപ്പോൾ നീ കഴിക്കുന്നത് പന്നിമാംസം അല്ലല്ലോ, പിന്നെ രാജാവ് കാണുമ്പോൾ നീ കഴിച്ചെന്നു ആയി, അതുകൊണ്ട് നിന്നെ കൊല്ലാതെ വിടാം, നിന്നെ വെറുതെ വിടാം. സൗഹൃദത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഏലിയാസർ എന്നിട്ടും അത് കഴിക്കുന്നില്ല. ഏലിയാസറിൻ്റെ നിശ്ചയദാർഢ്യം, കാരണം പ്രിറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ നോ, അത്തരമൊരു അഭിനയത്തിന്, അത്തരമൊരു നാടകത്തിന് ഏലിയാസർ നിന്നു കൊടുക്കുന്നില്ല. മറിച്ച് സഹനത്തെ ഏറ്റെടുക്കുക. ഇത്തരം സഹനം സാക്ഷ്യമാണ്. സഹനം സാക്ഷ്യമാകുന്ന നേരമുണ്ട്. വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചു നോക്കുന്ന നേരങ്ങളായി സഹനം മാറാറുണ്ട്. അപ്പോൾ ആ നേരത്ത് ഈ ജീവനേക്കാൾ മുകളിൽ സത്യത്തെ പ്രതിഷ്ഠിക്കേണ്ടി വരും. ചില നേരത്ത് ഏലിയാസർ ചെയ്യുന്നതാണ്. സ്വന്തം ജീവിതം ഒരു വശത്ത്, ഇപ്പുറത്ത് സത്യം. അപ്പോൾ ജീവനേക്കാൾ മുകളിൽ സത്യത്തെ പ്രതിഷ്ഠിച്ച് ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയെ, എൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയെ വാല്യൂ ചെയ്യുന്നവർ, ആ ഇൻറ്റഗ്രിറ്റി കളഞ്ഞിട്ട് സഹനം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കണത് എന്ത് നന്നായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സത്യങ്ങൾ മൂടി വയ്ക്കപ്പെടുന്ന, എല്ലാത്തിനെയും കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിക്കുന്ന, അങ്ങനെ സഹനങ്ങളെ ഒഴിവാക്കി കംഫർട്ട് ലൈഫ് ജീവിക്കാൻ നമ്മൾ തിടുക്കം കാട്ടുന്ന കാലത്ത് ഏലിയാസർ എന്ന ഈ വൃദ്ധൻ, അദ്ദേഹം ഒരു വൃദ്ധനാണ്. അദ്ദേഹം പറയുന്നുണ്ട് പല ആവർത്തി അദ്ദേഹത്തിൻ്റെ ജരാനരകളെക്കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച്. വാർദ്ധക്യത്തിലും നിശ്ചയദാർഢ്യത്തോടെ സഹനത്തെ പുൽകുന്നു. വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇവിടെ സഹനം മാറുന്നു. ഇനി പത്രോസ് ലീഹായുടെ ലേഖനം എടുക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് തുടക്കം തന്നെ ക്ലാസിക്കലാണ്, നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. മിശിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ആ 13-ാമത്തെ വാക്യമാണ് ഈ ലേഖന ഭാഗത്തിൻ്റെ കോർ. നിങ്ങളുടെ സഹനം, നീതിമാന്റെ സഹനം, പാപകാരണമല്ലാതെ വരുന്ന സഹനങ്ങൾ, ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം? മിശിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നു. അടുത്തത് എസ്കറ്റോളജി. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. എസ്കറ്റോളജിക്കൽ ഡൈമെൻഷൻ. മിശിഹായോട് ചേർന്ന് സഹിക്കുന്നവർ മിശിഹായോട് ചേർന്ന് മഹത്വം ദർശിക്കും, ആനന്ദിക്കും, മുന്നോട്ട് വെക്കുകയാണ് കാര്യങ്ങളെ. യുഗാന്ത്യത്തിലേക്ക്, എസ്കറ്റോണിലേക്ക് വെക്കുകയാണ്. ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ സഹനത്തിന് പാർട്ടിസിപ്പേറ്ററി ഡൈമെൻഷൻ, മിശിഹായുമായിട്ട് ചേർന്ന് കൂട്ടായ്മയിൽ ആണ് സഹനത്തിലൂടെ കടന്നു പോകേണ്ടതെന്ന്.
ഇനി മർക്കോസ് സുവിശേഷം എത്തുമ്പോൾ 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ സഹനം എസൻഷ്യൽ ആകുകയാണ്, ഓപ്ഷണൽ അല്ല. ശിഷ്യന്റെ ജീവിതത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് ഈശോ പറയുമ്പോൾ ദാറ്റ് മീൻസ് സഫറിങ് ഇൻ ദ ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ ഇസ് നോട്ട് ഓപ്ഷണൽ ബട്ട് എസൻഷ്യൽ. അത് ഓപ്ഷണൽ അല്ല, വേണമെങ്കിൽ സഹനം ഇല്ലേലും അല്ല, സഹനം ഉണ്ട്. ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ പാക്കേജ്. ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിൻ്റെ അവിഭാജ്യ ഘടകമാണ് സഹനം. ഇതുവരെ സഹനങ്ങളിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ലെങ്കിൽ ഒന്ന് അത്ഭുതപ്പെടണം. അങ്ങനെ വരാൻ വഴിയില്ലോ. അപ്പം എൻ്റെ ശിഷ്യത്വത്തിന് എന്തോ ഒരു അപകടമുണ്ടല്ലോ, മിശിഹായെ പ്രതി സഹിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ചിലർ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സഹനമില്ല. അയ്യോ, അതൊരു നല്ല കാര്യമല്ല. കാരണം സഹനം ഉണ്ടാകണം. മിശിഹായെ പ്രതി, അവൻ്റെ നാമത്തെ പ്രതി സഹനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് യുവർ ഡിസൈപ്പിൾഷിപ്പ് ബിക്കംസ് മീനിങ് ഫുൾ. നിങ്ങളുടെ ശിഷ്യത്വത്തിന് അർത്ഥമുണ്ടാകുന്നത്. കാരണം ഇഫ് ദർ ഇസ് നോ ക്രോസ് ദർ ഇസ് നോ ക്രൈസ്റ്റ് ആൻഡ് ദർ ഇസ് നോ ഗ്ലോറി. കുരിശില്ലെങ്കിൽ മിശിഹായില്ല, മിശിഹായില്ലെങ്കിൽ മഹത്വമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുരിശുണ്ടാകണം. ആ കുരിശനുഭവങ്ങളിൽ മിശിഹായെ ദർശിക്കണം. അത് നമുക്ക് മഹത്വത്തിൻ്റെ കാരണമായി മാറും. എസ്കറ്റോളജിക്കൽ റിവാർഡ്. അപ്പോൾ ഈ 4 വായനകളെ കണക്ട് ചെയ്ത് നോക്കിക്കേ. 1-ാം വായനയിൽ സഹനത്തിലൂടെ നമ്മൾ പരിശീലിക്കപ്പെടുന്നു. 2-ാം വായനയിൽ സഹന നേരത്ത് വിശ്വസ്തരായി നിൽക്കണം. ഒന്ന് സഹനത്തിലൂടെ പരീക്ഷിക്കപ്പെടുന്നു. 2-ാം വായന മക്കബാരുടെ പുസ്തകം എത്തുമ്പോൾ സഹനത്തിലും വിശ്വസ്തത, സഹനത്തിലും വിശ്വാസം ഏറ്റുപറയുന്നു. 3-ാമത്തെ വായന എത്തുമ്പോൾ ആ സഹനം മിശിഹായോടുള്ള കൂട്ടായ്മയാണ്, പങ്കാളിത്തമാണ്. 4-ാമത്തെ വായനയിൽ മിശിഹായുടെ മഹത്വത്തിലുള്ള പങ്കുപറ്റലാണ്. മിശിഹായുടെ ഗ്ലോറിയിലേക്ക്, മഹത്വത്തിലേക്ക് ഈ സഹനം നമ്മെ എത്തിക്കുന്നു. അപ്പോൾ 1-ാമത്തത് ഫോർമേറ്റീവ്, 2-ാമത്തത് ഫിഡലിറ്റി, വിശ്വസ്തതയെ അളക്കുന്നു. 3-ാമത്തത് പാർട്ടിസിപ്പേറ്ററി ആണത്. 4-ാമത്തത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഗ്ലോറി, കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകുന്നു. അഗസ്തിനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നൊരു വാക്യം അതുപോലെ വായിച്ച് കേൾപ്പിക്കാം. ഇറ്റ് ഇസ് സൂപ്പർ. പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് ഹാസ് വൺ സൺ വിതൗട്ട് സിൻ. ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകനുണ്ട്. അപ്പം നമ്മൾ ഓർക്ക് ഇത് എങ്ങോട്ടായി പോകുന്നത്? ഗോഡ് ഹാസ് വൺ സൺ വിതൗട്ട് സിൻ ബട്ട് നൺ വിതൗട്ട് സഫറിങ്. ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകനുണ്ട്, പക്ഷേ സഹനമില്ലാത്ത ഒരു മക്കളുമില്ല. ആ ഏകജാതന് പോലും സഹനമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അഡോപ്റ്റഡ് ചിൽഡ്രനായ മിശിഹായിൽ ദത്തവകാശത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കൊക്കെ ആ സഹനമുണ്ട്. ഗോഡ് ഹാസ് വൺ സൺ വിതൗട്ട് സിൻ ബട്ട് നൺ വിതൗട്ട് സഫറിങ്. ക്രിസോസ്റ്റം പിതാവ് പറയുന്നു, പരീക്ഷണകാലമാണ്, ട്രയൽസ് ആണ് അത്ഭുതങ്ങളെക്കാൾ മികച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന മിറക്കിൾസിനേക്കാൾ, അത്ഭുതങ്ങളെക്കാൾ ഈവൻ ഗ്രേറ്റർ ആണ് ട്രയൽസ്, സഹനകാലം, പരീക്ഷണകാലം. എന്താ കാര്യം? ഈ സഹനകാലമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയിക്കുന്നതെന്ന്. ദാൻ ബ്ലെസ്സിങ്സ്. അനുഗ്രഹങ്ങളുടെ കാലത്തേക്കാൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്നത് പരീക്ഷണകാലങ്ങളിലാണ്, സഹനകാലങ്ങളിലാണ്. അതുകൊണ്ട് സഹനകാലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ക്രിസോസ്റ്റം പിതാവ് പറഞ്ഞു തരുന്നു. ഞാൻ സാധാരണ മാർപ്പാപ്പന്മാരുടെ പഠിപ്പീരുകളൊക്കെ ഇതിനോട് ചേർത്ത് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓർത്തത്, എന്തിനാണ് മാർപ്പാപ്പന്മാരുടെ പഠിപ്പീര് പറയുന്നത്? ഒരു മാർപ്പാപ്പയെ തന്നെ നോക്കിയാൽ മതിയല്ലോ. സഹനത്തെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി അവതരിപ്പിച്ച, സഹനകാലത്തും തൻ്റെ ശുശ്രൂഷയെ തുടർന്നുകൊണ്ടിരുന്ന, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സഹനത്തെ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു മാർപ്പാപ്പ, ജോൺ പോൾ II മാർപ്പാപ്പ. അദ്ദേഹം കടന്നുപോയ രോഗാവസ്ഥകളിലും അദ്ദേഹം പ്രസാദത്തോടെ, മുഖപ്രസാദത്തോടെ കർത്താവിൽ ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ആ സഹനം നമുക്ക് മാതൃകയാണ്, പ്രചോദനമാണ്. കത്തോലിക്ക സഭയുടെ പഠിപ്പീര് CCC 1505, ഒപ്പം CCC 618, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് മിശിഹായാണ് നമ്മുടെ സഹനത്തിന് അർത്ഥം തരുന്നത്. മിശിഹായോട് ബന്ധമില്ലെങ്കിൽ, കർത്താവിനോട് ബന്ധമില്ലെങ്കിൽ സഹനത്തിന് അർത്ഥമില്ല. സഹനം നമുക്ക് ശിക്ഷയാണ്, സഹനം നമുക്ക് ദ്രോഹമാണ്. മിശിഹായോട് ബന്ധമില്ലെങ്കിൽ സഹനം അർത്ഥരഹിതമാണ്. മിശിഹ നമ്മുടെ സഹനത്തിന് അർത്ഥം തരുന്നു. മിശിഹായുടെ രക്ഷാകര പ്രവർത്തനത്തിൽ നമ്മളെ പങ്കുകാരാക്കുന്നു. ഈ കാലത്ത് അവൻ്റെ പീഡാസഹനത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്, നമ്മൾ പങ്കുകാരാവുകയാണ് നമ്മുടെ സഹനത്തിലൂടെ. സഹനത്തിൻ്റെ ഒരു 5 ഡൈമെൻഷൻസ് വേഗം പറയാം. ഇത്രയൊക്കെ കേട്ട് ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി പെട്ടെന്ന്, അത് സമയമെടുക്കത്തില്ല. 5 ഡൈമെൻഷൻസ് ഓഫ് സഫറിങ്. ഒന്നാമത്തത് പ്യൂരിഫിക്കേറ്ററിയാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും സഹനം. സഹനം നമ്മളെ തന്നെ, ഇത് ഓർത്ത് വെക്കുക. പറ്റുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുള്ള പോലെ
കമൻറ്റ് സെക്ഷനിൽ ഈ 5 കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടൊക്കെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് നോക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു റിവിഷൻ ഹോംവർക്ക് പോലെയാകും. സഹനത്തിൻ്റെ 5 ഡയമെൻഷൻ. ഫസ്റ്റ് വൺ, പ്യൂരിഫിക്കേറ്ററി. സഹനം നമ്മളെ വിശുദ്ധീകരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അഹങ്കാരത്തെ, നമുക്ക് പലതിനോടുമുള്ള ഓവർ അറ്റാച്ച്മെൻറ്റിനെ ഒക്കെ മാറ്റി നമ്മളെ ശുദ്ധീകരിക്കും സഹനം. അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയയാണ്, പ്യൂരിഫിക്കേറ്ററിയാണ് സഹനം. 2, സഹനം, സഫറിങ്സ് ടെസ്റ്റ് അവർ ഫിഡലിറ്റി. നമ്മുടെ വിശ്വസ്തതയെ സഹനം അളക്കും. നമ്മുടെ ഒറിജിനാലിറ്റിയെ, നമ്മുടെ ഒതൻറ്റിസിറ്റിയെ, നമ്മുടെ ജെനുവിനിറ്റിയെ സഹനം അളക്കും. അപ്പോൾ സഫറിങ് ടെസ്റ്റ് ഫിഡലിറ്റി, വിശ്വസ്തതയെ സഹനം അളക്കും. 3, സഫറിങ് ഈസ് റിഡംറ്റീവ്. സഹനം രക്ഷാകരമാണ്. നമ്മുടെ സഹനം നമ്മൾ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ സഹനം നമുക്കും മറ്റുള്ളവർക്കും അത് രക്ഷയുടെ അനുഭവമായിട്ട് മാറും. 4, സഫറിങ് ഈസ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. സഹനം മിശിഹ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. അത് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന അനുഭവമാണ്. സഫറിങ് ഈസ് ദ പാത്ത് ഓഫ് ജീസസ്. സഹനം ഡിസൈപ്പിൾഷിപ്പാണ്. 5, സഫറിങ് ഹാസ് ഗോട്ട് an എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ. എസ്കറ്റോൺ മീൻസ് യുഗാന്ത്യം. അപ്പോൾ യുഗാന്തോന്മുഖമായ ഒരു മാനമുണ്ട് സഹനത്തിന്. ഇന്നത്തെ സഹനങ്ങൾ നിനക്ക് മഹത്വത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിയണം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഈ 4 വായനകളിലൂടെ ഈ ഞായറാഴ്ച ദിവസം വായിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങി കർത്താവിൻ്റെ പരിശുദ്ധ ബലി അർപ്പിച്ച് കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുമ്പോൾ സഹനത്തെക്കുറിച്ച് ഏറെ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്കൊരു സഹനം ഉണ്ടാകുമ്പോൾ ഡോണ്ട് ആസ്ക് വൈ. ഡോണ്ട് ആസ്ക് വൈ. നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് വൈ, എന്തുകൊണ്ട് കർത്താവേ. ആസ്ക് വാട്ട് ആർ യു ഫോമിങ് ഇൻ മീ. കർത്താവേ, എന്താണ് നീ എന്നെ ഇതിലൂടെ ഒരുക്കിയെടുക്കുന്നത്, എന്തിലേക്കാണ്. വൈ അല്ല ചോദിക്കേണ്ടത്, എന്തിന് സഹനമെന്നല്ല, എന്തുകൊണ്ടെന്നല്ല, മറിച്ച് എന്താണ് എൻ്റെ കർത്താവെ നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്തിനെന്ന് ചോദിക്കേണ്ട, കാരണം തന്നവന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വെളിപ്പെട്ട് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഒപ്പം ഈ വളരെ വൈകാരികമായി തന്നെ സഹനത്തെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മുടെ സഹനത്തെ ഇങ്ങനെ കാഴ്ച വെച്ചുകൊണ്ടേ ഇരിക്കണം. ഏലിയാസർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഡു നോട്ട് കോംപ്രമൈസ് വാല്യൂസ്. അതായത് നിങ്ങളുടെ മൂല്യങ്ങളെ, നമ്മൾ ശ്രേഷ്ഠമായി കരുതിയിരിക്കുന്ന നേരിനെ, സത്യത്തെ വേണ്ടെന്ന് വെച്ചിട്ട് സഹനം ഒഴിവാക്കരുത്. സഹനം പുൽകണം, സഹനത്തെ പുൽകണം. അതിൻ്റെ പേരിൽ, ഞാൻ പറയുന്ന സത്യത്തിൻ്റെ പേരിൽ മുറിവേൽക്കേണ്ടി വന്നാലും ഞാൻ ഈ സത്യത്തെ ഏറ്റുപറയും എന്ന് പറയുന്നൊരു ആർജവത്വം സഹനമുഖത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. കുരിശെടുക്കണം, ഓർക്കണം, കുരിശ് അവസാനമല്ല, കുരിശു പാലമാണ്. കുരിശു വഴിയുടെ അവസാനമല്ല. ഒരു കുരിശ് കാണുമ്പോൾ വഴി അവസാനിച്ചു, ഒരു സഹനം കാണുമ്പോൾ വഴി അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. കുരിശ് വഴിയുടെ അവസാനമല്ല, കുരിശു പാലമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നിന്നെ നയിക്കുന്ന പാലമാണ് നിന്റെ സഹനം, നിന്റെ കുരിശെന്ന് തിരിച്ചറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായി, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന സഹനങ്ങളെ കുറെ കൂടെ പ്രസാദാത്മകമായി സ്വീകരിക്കാൻ, നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.